കണ്ണൂരിൽ കെ ശൈലജയെ ഒഴിവാക്കി സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്ന് CPM. ശൈലജ മത്സരിക്കുന്ന കാര്യം സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിന് വിട്ടു. മട്ടന്നൂരിൽ VK സനോജിനാണ് സാധ്യത. തലശ്ശേരിയിൽ AN ഷംസീറിന് പകരം കാരായി രാജനും പയ്യന്നൂരിൽ TI മധുസൂദനും മത്സരിക്കും. നികേഷ് കുമാറിനെ മത്സരിപ്പിക്കാനും സാധ്യത കുറവാണ്. സിറ്റിംഗ് MLA-മാരിൽ ഭൂരിഭാഗവും മത്സരരംഗത്തുണ്ടാകും. വിജിൻ വായന്തോട് വിവരവുമായി ചേരുന്നു. വിജിൻ, ഒരു സ്ഥാനാർത്ഥികളുടെ ഒരു അന്തിമ പട്ടിക ഉടനാകുമോ CPM-ന്? അജിംസ് CPM സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുക്കുന്ന യോഗമാണ് നിലവിൽ നടക്കുന്നത്. ഇന്നലെയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടന്നത്. ആ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് നിലവിൽ മത്സരിക്കേണ്ടവരുടെ പേര് വിവരങ്ങൾ അത് ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അവതരിപ്പിച്ചത്. ആ പേരുകളിലാണ് നിലവിൽ മട്ടന്നൂരിൽ KK ശൈലജയ്ക്ക് പകരം VK സനോജ്, DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജിന്റെ പേരിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ തളിപ്പറമ്പിൽ നിലവിൽ MV ഗോവിന്ദനാണ് MLA. MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് CPM ഇപ്പോൾ നടത്തുന്നത്. ആ പേരാണ് നിലവിൽ ജില്ലാ സെക്രട്ടറി മുന്നോട്ട് വെച്ചത്. നേരത്തെ MV നികേഷ് കുമാർ അവിടെ മത്സരിക്കും എന്നുള്ള സൂചനകളും ചർച്ചകളും ഒക്കെ നടന്നിരുന്നു. പക്ഷേ നിലവിൽ സോഷ്യൽ മീഡിയയുടെ ചുമതല വഹിക്കുന്ന ആളാണ്, CPM-ന്റെ സോഷ്യൽ മീഡിയ ചുമതല വഹിക്കുന്ന ആളാണ് MV നികേഷ് കുമാർ. അങ്ങനെയെങ്കിൽ നികേഷ് കുമാർ അവിടെ മത്സരത്തിന് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ജെയിംസ് മാത്യു, മുൻ MLA ജെയിംസ് മാത്യുവിന്റെ ഭാര്യ സുകന്യയുടെ പേര് കൂടി ആ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. ഒപ്പം തലശ്ശേരിയിൽ നിലവിൽ സ്പീക്കർ AN ഷംസീർ MLA ആയിട്ടുള്ള തലശ്ശേരിയിൽ സ്പീക്കർ AN ഷംസീർ മത്സരത്തിനുണ്ടാകില്ല എന്നുള്ള സൂചനയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് വരുന്നത്. അവിടെ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും പ്രസിഡന്റുമൊക്കെ ആയ CPM-ന്റെ നിലവിലെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജന്റെ പേരിലേക്കാണ് CPM എത്തുന്നത്. നേരത്തെയൊക്കെ പലതവണ വലിയ വിവാദത്തിൽ ഒക്കെ പെടുകയും ഫസൽ വധക്കേസിൽ പ്രതിയാക്കപ്പെടുകയും ഒക്കെ ചെയ്ത ആളാണ് കാരായി രാജൻ. അതിന്റെ ഭാഗമായി കോടതി കണ്ണൂർ ജില്ലയിൽ പ്രവേശിപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകുകയും അങ്ങനെ എറണാകുളം ജില്ലയിൽ താമസമൊക്കെ ആക്കി കുറെ കാലം എറണാകുളത്തായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. പിന്നീട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കുകയും പക്ഷേ അത് വിവാദമായതിനെ തുടർന്ന് കോടതി തന്നെ ഇടപെട്ട് അദ്ദേഹത്തെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും KK ശൈലജ നിലവിൽ കണ്ണൂർ ജില്ലയിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ നിശ്ചയമില്ല. അത് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കും എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ പേരാവൂരിൽ KK ശൈലജയെ മത്സരിപ്പിക്കാനൊരു നീക്കം നടത്തുമോ അല്ലെങ്കിൽ ജില്ലയ്ക്ക് പുറത്ത് മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട മണ്ഡലത്തിലേക്ക് KK ശൈലജയുടെ പേര് വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെ ഏതെങ്കിലും കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ളത് നിലയിൽ മുൻ മന്ത്രി എന്നുള്ള നിലയിലൊക്കെയുള്ള പരിഗണന നൽകി മറ്റേതെങ്കിലും ജില്ലയ്ക്ക് പുറത്തുള്ള മണ്ഡലത്തിലേക്ക് KK ശൈലജയെ എത്തിക്കാനുള്ളൊരു ആലോചനയും നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് KK ശൈലജ പുറത്താകാനാണ് സാധ്യത. എന്തായാലും DYFIയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള പരിഗണന നൽകിയാണ് VK സനോജിനെ മട്ടന്നൂരിൽ മത്സരിപ്പിക്കാനുള്ളൊരു നീക്കത്തിലേക്ക് ഇപ്പോൾ CPM കടക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ KK ശൈലജ മട്ടന്നൂരിൽ വിജയിച്ചു വന്നത്. നിലവിൽ മട്ടന്നൂർ മണ്ഡലത്തിലെ വോട്ടർ കൂടിയാണ് VK സനോജ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിക്കാനുള്ള ആലോചനയാണ് നടക്കുന്നത്. ഒപ്പം തന്നെ കൂത്തുപറമ്പിൽ ഒരുപക്ഷെ RJD-യിൽ നിന്ന് CPM സീറ്റ് പിടിച്ചെടുക്കുകയാണെങ്കിൽ അവിടെയും VK സനോജിന്റെ പേര് പരിഗണിക്കാം എന്നുള്ള ചർച്ചയും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. എന്തായാലും പയ്യന്നൂരിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട മന്ത്രം വലിയ വിവാദം കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവുകയും TI മധുസൂദന് എതിരെ തന്നെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ഒരു ആരോപണവും വിവാദവും ഒക്കെ ഉണ്ടായ സാഹചര്യത്തിലും TI മധുസൂദനെ മാറ്റേണ്ടതില്ല എന്ന തീരുമാനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടിരിക്കുന്നു. അവിടെ TI മധുസൂദന് തന്നെ മത്സരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അഴീക്കോട്, കല്യാശ്ശേരി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ നിലവിലെ സിറ്റിംഗ് MLA-മാരെ തന്നെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കും നിലവിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് എത്തിയിട്ടുണ്ട്. കണ്ണൂർ മണ്ഡലം കടന്നപ്പള്ളി രാമേന്ദ്രൻ മത്സരിക്കുന്നില്ലെങ്കിൽ അത് CPM ഏറ്റെടുക്കണം എന്നുള്ള ചർച്ചയും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് CPM ഏറ്റെടുക്കും. M ഷാജിർ, നിലവിൽ യുവജന കമ്മീഷൻ ചെയർമാനായിട്ടുള്ള M ഷാജിറിന്റെ പേരിലേക്ക് ഒരുപക്ഷെ CPM ആ മണ്ഡലത്തിലെത്താൻ സാധ്യതയുണ്ട്. അജിംസ്, വിജിൻ, ഈ ഷംസീറിനെ മാറ്റി നിർത്താൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ 2 ടേം നിബന്ധന അത് പൂർണ്ണമായും CPM എടുത്തു കളയുന്നില്ല. പക്ഷേ അതിൽ ചില ഓപ്ഷനുകൾ ഉപയോഗിച്ച്, അതായത് മത്സര സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിലും ഒപ്പം തന്നെ വിജയിക്കാൻ ആ സ്ഥാനാർത്ഥിനെ മത്സരിക്കണം എന്ന ആ നിലയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ മാത്രമേ ആ ടേം നിബന്ധന നിലവിൽ എടുത്തു കളയുന്നുള്ളൂ. കർശനമായ ടേം നിബന്ധന എന്തായാലും പാലിക്കപ്പെടുന്നില്ലെങ്കിലും ടേം നിബന്ധന മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് CPM സെക്രട്ടേറിയറ്റ് ആലോചിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ 2 ടേം പൂർത്തിയാക്കിയ ഷംസീറിനെ മാറ്റാനുള്ള ഒരു ആലോചന
ചുമതലയിലേക്ക് കടക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിൽ പാർട്ടി പദവിയിലേക്കോ ഒന്നും നിലവിൽ ഷംഷീറിനെ എത്തിക്കാനുള്ള സാധ്യതയില്ല. നിലവിൽ സ്പീക്കർ എന്ന നിലയിൽ ഉള്ള പ്രവർത്തനമാണ് ഷംഷീർ നടത്തിവരികയും ചെയ്തത്. കോടിയേരി ബാലകൃഷ്ണൻ ശേഷമാണ് തലശ്ശേരിയിൽ AN ഷംഷീർ അവിടെ സ്ഥാനാർത്ഥിയാവുകയും മത്സരിച്ച് വിജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. 2 ടേം ഷംഷീർ പൂർത്തിയാക്കിയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ മാറ്റം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് ഒരു അന്തിമ തീരുമാനമായി CPM കൈക്കൊണ്ടിട്ടില്ല. അതൊരു നിർദ്ദേശമായിട്ടാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ചിരിക്കുന്നത്. ഇനി സംസ്ഥാന സമിതിയും പിന്നീട് ജില്ലാ കമ്മിറ്റി യോഗവും ഒക്കെ ചേർന്നാണ് ഇക്കാര്യത്തിൽ ഉള്ള അന്തിമ തീരുമാനത്തിലേക്ക് പോവുക. മണ്ഡലം കമ്മിറ്റികളിൽ ഈ പേര് മുന്നോട്ട് വെക്കും. ആ പേര് മണ്ഡലം കമ്മിറ്റി അംഗീകരിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ഒക്കെ ഉണ്ട്. ഇതൊരു പ്രാഥമികമായ ചർച്ചയ്ക്കായി മുന്നോട്ട് വെച്ച പേരുകളാണ്. ജില്ലാ സെക്രട്ടറി അത് അവതരിപ്പിച്ചത്. ആ പേരിൽ ആയിരിക്കും ഇനി ചർച്ച നടത്തുക. ഇതിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഷംഷീറിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ ആ സ്ഥാനാർത്ഥിത്വം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കാരായി രാജൻ അവിടെ തലശ്ശേരിയിലെ മുൻ CPM ഏരിയ സെക്രട്ടറി ഒക്കെയാണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. പുതിയൊരാളെ കൊണ്ടുവരിക എന്ന തീരുമാനത്തിന്റെ ഭാഗമായി ഒരുപക്ഷെ കാരായി രാജന്റെ പേരിലേക്ക് തന്നെ തലശ്ശേരിയിൽ എത്താനുള്ള സാധ്യതയുണ്ട്. KK ശൈലജയുടെ പേരിൽ എന്തായാലും മട്ടന്നൂരിലേക്കല്ല മറ്റേതെങ്കിലും മണ്ഡലത്തിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒപ്പം തന്നെ പയ്യന്നൂരാണ് മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം. പയ്യന്നൂരിലും TI മധുസൂദനൻ തുടരും. MP ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ എന്തായാലും തളിപ്പറമ്പിൽ ഇത്തവണ മത്സരത്തിന് ഉണ്ടാവില്ല. ആ തളിപ്പറമ്പിലാണ് പുതിയ പേരിലേക്ക് CPM എത്തുന്നത്. PK ശ്യാമള അവിടുത്തെ ആന്തൂരിലെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നു 2 തവണ. ആ ആന്തൂരിലെ മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്ന നിലയിൽ അവരെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള ആലോചനയാണ് നടക്കുന്നത്. മറ്റേതെങ്കിലും ഒരു പേരിലേക്ക് വന്നാലാണ് മുൻ MLA ജെയിംസ് മാത്യുവിന്റെ ഭാര്യ സുകന്യയുടെ പേരിലേക്ക് ജില്ലാ നേതൃത്വം എത്തുക. ഒപ്പം തന്നെ ഒരുപക്ഷെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ MV ജയരാജൻ മത്സരിക്കണമെന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചാൽ തളിപ്പറമ്പ് മണ്ഡലത്തിലെ പേരിൽ MV ജയരാജന്റെ പേര് കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അജിംഷ്.